കേരള സംസ്ഥാനത്തിലെ മലയോര പ്രദേശമായ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക ക്ഷീരമേഖലയിൽ മികച്ച മുന്നേറ്റം നടപ്പിലാക്കുന്നു. 967 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ 2011 സെൻസസ് പ്രകാരം 19,057 ആളുകൾ അധിവസിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. മേഖലയിലെ കർഷകരെയും കൂടെ ഉൾപ്പെടുത്തി അവർക്കൊരു ആസ്തി വികസനം അല്ലെങ്കിൽ അവർക്കൊരു സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ തൊഴിൽ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് പ്രയോജനം എത്തുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവനമാർഗം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി അവിദഗ്ധ തൊഴിൽ ചെയ്യാൻ താൽപ്പര്യമുള്ള കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായവർക്ക് ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിൽ നൽകുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരു ക്ഷീര കർഷകർ കൂടുതൽ താമസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ ഗുണപ്രദമായി മുന്നോട്ട് പോകുന്നത് ക്ഷീരമേഖലയിൽ ഈ കാലിത്തൊഴുത്തും ആട്ടുംകൂടും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണപ്പെട്ട കർഷകർക്ക് അത് 100% ഗുണപ്രദമായ രീതിയിലാണ് ഇത് ഭംഗിയായി നടത്തി മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സായി മാറുന്നതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാന പങ്കുവഹിക്കുന്നു. ക്ഷീര കാർഷിക മേഖലയിൽ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് തീറ്റപ്പുൽ കൃഷി, അസോള ടാങ്ക് നിർമ്മാണം, കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട് എന്നീ പ്രവൃത്തികൾ നടപ്പിലാക്കി വരുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ക്ഷീര മേഖലയ്ക്ക് പരമാവധി ഊന്നൽ നൽകുന്നതിനാവശ്യമായ അവിദഗ്ധ തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടുള്ള തീറ്റപ്പുൽ കൃഷി, അസോള ടാങ്ക് നിർമ്മാണം, ഡയറി ഫാം നിഷ്കർഷിച്ചിട്ടുള്ള എസ്റ്റിമേറ്റിൽ ഏറ്റവും നൂതനമായ ആധുനിക പശു സംരക്ഷണത്തിന് ഉതകുന്ന വിധത്തിൽ കാലിത്തൊഴുത്ത് പദ്ധതി ഏറ്റെടുക്കുന്നതിന്, കാറ്റൽ ഷെഡ് പദ്ധതി ഏറ്റെടുക്കുന്നതിന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളതും കർഷകർക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചു വരുന്നത് ഏറെ അഭിമാനകരമാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ വ്യക്തിഗത ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി ദീപു ആന്റണി പനക്കിച്ചിറ എന്ന വ്യക്തിക്ക് കാലിത്തൊഴുത്ത് നിർമ്മിക്കുകയുണ്ടായി. IF 12831108 എന്ന വർക്ക് കോഡിൽ 64 തൊഴിൽ ദിനത്തിലായി 1,99,995 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതുപ്രകാരം പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. എൻ്റെ പേര് ജോസഫ്. ദീപു ആൻ്റണി എൻ്റെ മകനാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് പശു വളർത്തിയാണ് ജീവിതം. എൻ്റെ ചെറുപ്പം മുതലേ 67 വയസ്സുണ്ട്. എൻ്റെ ചെറുപ്പം മുതലേ കന്നുകാലി വളർത്തലായിരുന്നു. എരുമയുണ്ടായിരുന്നു. എരുമ കഴിഞ്ഞ് പിന്നെ എരുമ വളർത്തി നിർത്തി വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട് ഇപ്പോൾ പശു വളർത്താണ്. ഞങ്ങൾക്ക് 4-5 പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്ന അപ്പോൾ കൂടില്ലായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പിൻ്റെ വഴിയായിട്ട് ഒരു കൂട് കിട്ടിയതിന് വളരെ ഉപകാരമുണ്ട്. 5 പശുക്കളുണ്ടായിരുന്നു. കൂടും തൊഴുത്തില്ലാഞ്ഞും കൂടുതലും പടുതാക്കിയിലായിരുന്നു പശുക്കൾ നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ ഈ കൂട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിൽ പശുവിനെ വളർത്തുവാനും ഇപ്പോൾ 10-17 പശുവിനെ വളർത്തുവാൻ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സാധിക്കുന്നു. എടുത്ത് ഞങ്ങൾക്ക് ഒരു കൂട് അനുവദിച്ചു തന്നു. ഇപ്പോൾ കൂട് കിട്ടിയതിലൂടെ വളരെ ഞങ്ങൾക്ക് ഉപകാരമായി തീർന്നു. പുൽത്തൊട്ടി ഒറ്റ പുൽത്തൊട്ടിയാണ്. 2 പശുവിനും ഒരേ മോഡലിൽ തന്നെ, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പശുക്കൾക്ക് ഒരേ മോഡലിൽ തന്നെ തീറ്റ തിന്നുവാനും വെള്ളം കുടിക്കുവാനുമുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. 5 വീട്ടിലോളം പാല് കൊടുക്കുന്നുണ്ട്. ചില്ലറ പാല്, ബാക്കി പാല് സൊസൈറ്റിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിച്ച ഈ പ്രവൃത്തി കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുകയും ദൈനംദിന ചെലവുകൾക്ക് ഉപകരിക്കുകയും ചെയ്യുന്നു.